ഒരു ചത്ത ട്രെയിലർ. ഇതിൽ ട്രെയിലർ അവസാനിക്കുമ്പോൾ കണ്ണാടൊക്കെ ഇങ്ങനെ ഉണ്ട് കാണിച്ചിട്ട് ഭയങ്കര ഒരു എന്തൊരു ബ്രില്യൻസ് പോലെ, ഭയങ്കര എന്തൊരു സംഭവം പോലെ. എന്നിട്ട് ഇങ്ങനെ പ്രകാശ് വർമ്മ ഇങ്ങനെ നടന്നു വരുന്നു. അതിൻ്റെ കൂടെ കുറേ 4-5 പോലീസുകാർ, ഒരു പഴയ സിനിമയിലൊക്കെ കണ്ട പോലത്തെ. എന്നാൽ അതിനുള്ള ഒരു ക്വാളിറ്റി, അതായത് നമ്മളൊപ്പം നിൽക്കുന്ന ആൾക്കാരും കറക്റ്റായിട്ട് ഒരു ഇന്നൊരു റിസൾട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ ടോട്ടലി ആ ഒരു സീൻ തന്നെ ഭയങ്കര വീക്കാവും. അതേപോലത്തെ ഒരു സീൻ പോലെ. പക്ഷെ അതേപോലെ എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ണാട ഇങ്ങനെ പോയിട്ട് ബാക്കിലേക്ക് വരുമ്പോൾ കുറേ ആൾക്കാർ പിന്നിൽ ഇങ്ങനെ നടന്നു വരുന്നു. എന്നിട്ട് ഇങ്ങനെ പ്രകാശ് വർമ്മ ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ വന്ന് നടന്നിട്ട് ഒരുമാതിരി പച്ച ഷോക്കായിട്ടുള്ളൊരു ട്രെയിലർ. ലോ ആൻഡ് ഓർഡർ, ഡയറക്ടർ ബൈ രഞ്ജിത്ത്. പ്രധാന കഥാപാത്രം ചെയ്തിട്ടുള്ളത് പ്രകാശ് വർമ്മയാണ്. അതേപോലെ തന്നെ ഇതിൽ ഒരു ക്യാമിയോ റോളിൽ മമ്മൂട്ടിയും വരുന്നുണ്ട്, കരിക്കാമുറി ഷൺമുഖനായിട്ട്. ഇതിൽ ഈ ട്രെയിലർ തുടങ്ങുമ്പോൾ തന്നെ കുറേ മറ്റേ ഈ ലോക്കലായിട്ടുള്ള ഒരു ട്രെയിലറായിട്ടാണ് തോന്നിയത്. കുറേ തീൻ്റെ കണലൊക്കെ ഇങ്ങനെ എഡിറ്റിങ് ഭയങ്കരമായിട്ട്, ട്രെയിലർ കട്ടിങ് ഉണ്ടല്ലോ വളരെ മോശമായിട്ടാണ് ഇവർ ചെയ്തു വെച്ചുള്ളത്. അത്രയും ലോ ലെവലുള്ള ഒരു മേക്കിംഗ് ക്വാളിറ്റിയാണ് ഈ ട്രെയിലറിൽ കണ്ടത്. സിനിമ അതേപോലെ തന്നെ ആയിരിക്കാം ഇങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ. ഈ രഞ്ജിത്ത് കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പടങ്ങൾ, നല്ല സിനിമകൾ ഒരുക്കിയിട്ടുള്ള അതായത് സ്റ്റോറിയും കഥ, തിരക്കഥ, സംഭാഷണം ഇതിലൊക്കെ വളരെ മികച്ച് നിൽക്കുന്ന ഒരു തിരക്കഥാകൃത്തും കൂടിയാണ് ഈ രഞ്ജിത്ത്. പക്ഷേ ആൾ ഡയറക്ഷനിൽ കുറേ പടങ്ങൾ ചെയ്തിട്ടുണ്ട്, കുറേ നല്ല പടങ്ങളും വന്നിട്ടുണ്ട്. എന്നാൽ പോലും ഇപ്പോൾ കുറേ ആയിട്ട് ഒരു മേക്കിംഗ് ക്വാളിറ്റിയിൽ ഭയങ്കരമായിട്ടൊരു പോരായ്മ പോലെയാണ് തോന്നിയിട്ടുള്ളത്. അത്രയ്ക്ക് മികച്ച് നിൽക്കാനായിട്ട് തോന്നിയിട്ടില്ല. ഇതിലിപ്പോൾ അവസാനം രഞ്ജിത്തിൻ്റെ തന്നെ ഒരു ഷോർട്ട് ഫിലിം വന്നിട്ടുണ്ടായിരുന്നു. അതും ഇതേപോലെ തന്നെ ഒരു ക്വാളിറ്റി വൈസ് വളരെ മോശമായിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിമായിരുന്നു അത്. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല സിനിമകൾ ചെയ്തിട്ടുള്ള ഒരു ഡയറക്ടറും കൂടിയാണ്. അതേപോലെ തന്നെ തിരക്കഥയും കഥയൊക്കെ ഒരുക്കിയിട്ടുള്ള ഒരു ഡയറക്ടറെ കയ്യിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് വേറൊരു ടൈപ്പ് ഓഫ് മേക്കിംഗ് ആണ്. പക്ഷേ ഇങ്ങനൊരു എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. വളരെ ടെക്നിക്കലായിട്ട് നല്ലൊരു ടീമില്ലാത്തതിൻ്റെ തന്നെയായിരിക്കാം ഒരു ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ള ഒരു ട്രെയിലറായിരുന്നു. നമ്മളൊരു പ്രേക്ഷകൻ എന്ന നിലയ്ക്ക് ഒരു ഡിസപ്പോയിൻറ്റിംഗ് ആയിരുന്നു ഈ ട്രെയിലർ. വളരെ മോശമായിട്ടുള്ളൊരു ട്രെയിലറായിരുന്നു. അഭിനേതാക്കളും ഇതിൽ ട്രെയിലറിൽ ഫസ്റ്റ് തന്നെ കുറേ പോലീസുകാർ, മെയിൻ ലീഡ് റോൾ ചെയ്തിട്ടുള്ള പ്രകാശ് വർമ്മയുടെ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള പോലീസുകാരാണ് ഇതിൽ കാണിക്കുന്നത്. വളരെ ഒക്കെ പുതുമുഖങ്ങളാണ്. ഈ പ്രകാശ് വർമ്മേനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ള അഭിനേതാക്കളൊക്കെ ഒരു കരിക്കാമുറി ഷൺമുഖൻ എന്ന ഒരു കഥാപാത്രത്തെ വീണ്ടും കൊണ്ടുവരുമ്പോൾ അതിൽ നിന്ന് നമുക്ക് കുറേ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഈ പ്രകാശ് വർമ്മ ആൾ ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ടറാണ്. അതേപോലെ ബാക്കിയുള്ള ക്യാരക്ടേഴ്സും അവിടെ കറക്റ്റായിട്ടുള്ള ഒരു ക്യാരക്ടർ പ്ലേസിങ് നടത്തിയില്ല എന്നുണ്ടെങ്കിൽ അവിടെ അത് ആ പടത്തിന് തന്നെ ടോട്ടലി അത് ബാധിക്കും. പിന്നെ ടെക്നിക്കലും വളരെ, എനിക്ക് തോന്നുന്നത് ലോ ബഡ്ജറ്റ് മൂവിയാന്ന് തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ ഇതിങ്ങനെ ഈ ടെക്നിക്കൽ ഇത്രയും ഇവർ മോശമാക്കില്ല. ഇത് പണ്ടത്തെ രഞ്ജിത്തിൻ്റെ അതുണ്ടല്ലോ, ആ ഒരു വേറെ ലെവൽ തന്നെയായിരുന്നു. ആ ഒരു മേക്കിംഗ് ആയാലും അതേപോലെ സ്റ്റോറി ആയാലും വളരെ നല്ല രീതിയിലൊക്കെ ആയിരുന്നു ആൾ സിനിമ എടുത്തിരുന്നത്. പക്ഷെ ഇപ്പോൾ കുറച്ചായിട്ട് എന്തോ അടിച്ച് കിറങ്ങിയ പോലത്തെ ഒരു ടൈപ്പ് ഓഫ് ഒരു മേക്കിംഗ് കണ്ട പോലെ അതേപോലത്തെ ഒരു മേക്കിംഗ് ലെവലാണ് എനിക്ക് കണ്ടിട്ട് തോന്നിയത്. ട്രെയിലർ ശരിക്ക് ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരും ആരും നല്ലത് പറയുന്നവരുണ്ടാവില്ല, പറ്റ ശോകം. ഇതിൻ്റെ കമൻറ്റ് സൈഡ് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. ആ ട്രെയിലറിൻ്റെ 2 മില്യനൊക്കെ വന്നിട്ടുണ്ട്. 2 മില്യൺ ഇപ്പോൾ 1.9 ആയിപ്പോൾ. ഇതിൻ്റെ കമൻറ്റ് നോക്കി അറിയാൻ പറ്റും രഞ്ജിത്ത് ആ പഴയ ഇതിൽ നിന്ന് ഇപ്പോഴും വിട്ട് വന്നിട്ടില്ല എന്നുള്ളത്. അതേപോലെ തന്നെ ആ പഴയ മേക്കിംഗ് സ്റ്റൈലൊക്കെ ഇതിൻ്റെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എത്രയോ ബെറ്ററാണെന്ന് എനിക്ക് തോന്നിയത്. പക്ഷെ ഇപ്പോൾ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും അതിൻ്റെ ആ ഒരു ക്വാളിറ്റി നിലനിർത്താൻ രഞ്ജിത്തിന് സാധിച്ചിട്ടില്ല. എന്നുവെച്ചാൽ ഇതിനേക്കാളും ഡൗൺ ആയില്ലെങ്കിലും ആ ഒരു സിനിമയുടെ പഴയ ചെയ്തു വെച്ച സിനിമയുടെ ഒരു ക്വാളിറ്റി നിലനിർത്തിയാൽ മതിയായിരുന്നു. അതുപോലും ഈ ട്രെയിലറിന് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇനിയിപ്പോൾ സിനിമ ഇനി റിലീസായി കഴിഞ്ഞാൽ നമുക്ക് കാണാം എന്താണ് എന്നുള്ളത്.
എന്തായാലും ഇതിൽ അഭിനേതാക്കൾ എന്തായാലും പറ്റ ഷോക്കായിരിക്കും, അത് ഉറപ്പാണ്. ബാക്കി മെയിൻ ലീഡ് ക്യാരക്ടർ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അത് മമ്മൂക്കയും അതേപോലെ തന്നെ പ്രകാശ് വർമ്മയും മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ പറ്റ ഷോക്കായിരിക്കും, അത് ഉറപ്പാണ്.